പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മളിപ്പോ NIOSന്റെ ഇംഗ്ലീഷ് സബ്ജക്ട് ഇംഗ്ലീഷ് 302 മൂന്നാമത്തെ ചാപ്റ്ററായ ആൻ ആസ്ട്രോളജിസ്റ്റ് ഡേ എന്ന ചാപ്റ്ററുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 ചാപ്റ്റർ നമ്മൾ നല്ലപോലെ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ക്ലാസ്സിൽ ഇനി കൂടുതൽ എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്തേണ്ടതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ ഒക്കെ വിവരം അറിയിക്കുക. പിന്നെ നമുക്കറിയാലോ, NIOSന്റെ അഡ്മിഷനൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷന് മറ്റു കാര്യങ്ങൾ എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ ക്ലാസ്സുകൾ നമ്മളിപ്പോൾ നമ്മളെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എപ്പോഴും ലഭ്യമാവും. ഏത് സമയത്തും ഏത് സംശയങ്ങളും നമ്മളോട് ചോദിക്കാം. നിങ്ങൾക്കൊരു പേഴ്സണൽ ടീച്ചർ ഉണ്ടാവും. 24 hours അവൈലബിൾ ആയിരിക്കും ആള്. അപ്പോൾ അതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് പ്രായക്കാരുമാവട്ടെ, ഏത് ജോലി ചെയ്യുന്നവരുമാവട്ടെ, നിങ്ങൾക്ക് എവിടെ നിന്നും നിങ്ങളുടെ സ്വപ്നമായ +2 സ്വന്തമാക്കാൻ ഉള്ളൊരു സുവർണ അവസരമാണ് ഇത് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ആർക്കെങ്കിലും കൂടുതൽ ക്ലാസ്സുകളും മറ്റ് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അസൈൻമെന്റ് മറ്റു കാര്യങ്ങൾ അതാത് സമയത്ത് നമ്മുടെ NIOSന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഓപ്പൺ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് ആൻ ആസ്ട്രോളജിസ്റ്റ് ഡേ എന്നാണ്. ഈ ചാപ്റ്റർ 3 സെക്ഷൻ ആയിട്ടാണ് ഉള്ളത്. അതായത് സെക്ഷൻ 1, അതുപോലെ തന്നെ സെക്ഷൻ 2 ഉണ്ട്. സെക്ഷൻ 2 പിന്നെ സെക്ഷൻ 3. അങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് ഈ ക്ലാസ് ഉള്ളത്. വളരെ ചുരുക്കി ഓരോരോ സെക്ഷന് 10 മിനിറ്റിന്റെ ഉള്ളിലായിട്ട് ക്ലാസ് എടുത്ത് 3 സെക്ഷനും കൂടി ഏകദേശം 30 മിനിറ്റ് കൊണ്ട് ഈ ക്ലാസ് തീർക്കണം എന്ന് ആഗ്രഹിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഒറ്റ ഇത് ഒരു സംഭവം മലയാളത്തിൽ നിങ്ങൾക്കാണ് പറഞ്ഞിരണം. അതായത് ആ ചാപ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് കഴിഞ്ഞ 2 ചാപ്റ്ററിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ ചില ആളുകളൊക്കെ വാട്സപ്പിലൂടെയും മറ്റൊക്കെ നിർദ്ദേശം അറിയിച്ച് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നുകൂടി വിശദമായി പറഞ്ഞു തന്നാൽ ഒന്നും കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് പറയാണ്. നമ്മളിത് ഇപ്പോൾ ഓരോന്നിങ്ങനെ വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും എന്നറിയാം. പക്ഷേ നമ്മുടെ വീഡിയോന്റെ ലെങ്ത് കൂടും. അപ്പൊ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അപ്പൊ ആരും പിള്ളേരൊന്നും കേൾക്കൂല. അപ്പൊ ഇവിടെ ഏകദേശം ഈ പാഠത്തിന്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ഈ പാഠത്തിൽ എന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു മനസ്സിലാക്കണം. അപ്പൊ ഏകദേശം ഈ പാഠവുമായി നിങ്ങൾക്കൊരു പരിചിതപ്പെടും. പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കണം. എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും മറ്റൊക്കെ സാധിക്കുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും ഡിക്ഷണറി വെച്ച് ഒന്ന് വായിച്ചു നോക്കുക. അത് എങ്ങനെ വായിക്കണം, എന്തൊക്കെ ടൂൾസാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഞാൻ വരും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ചാപ്റ്ററൊക്കെ വായിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ, നിങ്ങൾ ഓൾറെഡി ഒരു വാട്സപ്പ് നമ്പർ ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു വാട്സപ്പ് നമ്പർ തരും. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഏത് സമയത്തും പഠിക്കാനിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ സംശയം ചോദിക്കാം. അപ്പോൾ സംശയം ചോദിച്ച ഉടനെ നിങ്ങൾക്ക് ആ സംശയത്തിന് നമ്മൾ ആൻസർ പറഞ്ഞു തരുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് വായിക്കണം. ഞാൻ ജസ്റ്റ് ഈ ചാപ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തി തരാണ്. ഇവിടെ സെക്ഷൻ 1 സെക്ഷൻ 5 ആയിട്ടാണ് ചാപ്റ്റർ വന്നിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ കഥ എഴുതിയ ആളില്ല, നമ്മളെ നോവലിസ്റ്റ്, നമ്മുടെ സാഹിത്യക്കാരനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. എന്നിട്ട് പോവാം. നമ്മളെ RK നാരായണൻ എന്ന് പറഞ്ഞ ആളാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ RK നാരായണൻ ഒരു തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട്ടിലാണ്
ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം വളർന്നതും പഠിച്ചതൊക്കെ മൈസൂരാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം, അതായത് RK നാരായണൻ എന്ന് പറഞ്ഞ ഷോർട്ട് നെയിമാണ്. അതിന്റെ പിന്നെ പൂർണ്ണ നാമം പിന്നെ രാശിപുരം കൃഷ്ണസ്വാമി അയ്യർ നാരായണ സ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. പിന്നെ നമുക്കറിയാം, ഇദ്ദേഹം നമ്മളെ ഈ ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിന് അടിത്തറ പാകിയ പ്രധാനപ്പെട്ട 3 ആളുകളുണ്ട്. ആ 3 ആളിൽ ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ 3 ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറിയപ്പെടുന്നതിന് ബിഗ് 3 എന്നൊക്കെയാണ് സാഹിത്യ ലോകത്ത് അങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. അതിൽ RK നാരായണന് ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ വേറെ 2 ആളുകൾ, ഒന്ന് മുൽക്രാജ് ആനന്ദ്, രാജാ റാവു എന്നിവരൊക്കെയാണ്. ഇങ്ങനെ ഈ 3 ആളുകൾ, ഈ ബിഗ് 3, ഇവരാണ് ഇന്ത്യയിലെ ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിന് അടിത്തറ പാകിയ പ്രധാനപ്പെട്ട 3 ആളുകളിൽപ്പെട്ട ഒരാള്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മളെ RK നാരായണൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ നോവലിനൊക്കെ പിന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുക. ഇംഗ്ലീഷിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുക. നമുക്ക് ചെറിയൊരു കിച്ച് സോറി, ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാണ്. അപ്പോ നമ്മൾ ഈ മൈക്കൊക്കെ ഉപയോഗിക്കുമ്പോഴേ ഈ ഓവറായിട്ട് ഇത് വലിക്കും. അപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം വരും. അപ്പോൾ ഏതായാലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ക്ലാസ് മുഴുവനാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഒരു ഡിസ്റ്റർബ് വരികയെന്നുണ്ടെങ്കിൽ മുൻകൂട്ടിയായിട്ട് ക്ഷമ ചോദിക്കണം. ഓക്കെ, നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, അയാൾ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജുകളാണ് പിന്നെ ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിനൊക്കെ ഉപയോഗിക്കുക. ഏത് സാധാരണക്കാരനും അത് വായിച്ച് മനസ്സിലാക്കാനും അതിലെ കഥാപാത്രങ്ങളെയും കഥകളെയൊക്കെ ആസ്വദിക്കാനൊക്കെ കഴിഞ്ഞു. ഇദ്ദേഹം മൈസൂരായിരുന്നു ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ മൈസൂരിലെ ഒരു ഗ്രാമപ്രദേശങ്ങളിലുള്ള വില്ലേജിലൊക്കെ നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കഥയിൽ നമുക്ക് എപ്പോഴും കാണപ്പെടുന്നത്. സാധാരണക്കാരനായിട്ടുള്ള ആളുകളുടെ കഥകളാണ്. അതായിരിക്കും ഇതിലധികം കഥാപാത്രങ്ങളൊക്കെ. മൂപ്പര് പല കഥകളും അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇയാളെ കഥകളിൽ ഒരു സാങ്കല്പിക ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ പേരാണ് മാൽഗുഡി എന്ന്. ഈ മാൽഗുഡിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തിന്റെ കഥകളൊക്കെ അധികം ഉണ്ടാവല്. പിന്നെ മാൽഗുഡി ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു കഥാസമാഹാരം തന്നെ ഉണ്ട് ഇദ്ദേഹത്തിന്റെ, മാൽഗുഡി ഡേയ്സ്. അതൊക്കെ TV-യിലും മറ്റു പിന്നെ ടെലിവിഷൻ പരമ്പരകളൊക്കെ ആയിട്ട് 90 കാലഘട്ടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചില കൃതികളൊക്കെ ഉണ്ട്. സ്വാമി ആൻഡ് ഫ്രണ്ട്സ് അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണത്. അതിൻ്റെ ഒക്കെ സ്വാമി എന്ന കുട്ടിയുടെ മാൽഗുഡിയിലെ ജീവിതമാണ് അദ്ദേഹം അതിലൊക്കെ അവതരിപ്പിക്കുന്നത്. അതേമാതിരി ദ ഗൈഡ്, ഈ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ദ മാൻ ഈസ്റ്റർ ഓഫ് മൽഗുഡി, ദ ഇംഗ്ലീഷ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ സാഹിത്യ രംഗത്തുള്ള വലിയ സംഭാവനകളൊക്കെ പരിഗണിച്ച് രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷണും പത്മവിഭൂഷണൊക്കെ നൽകി പിന്നെ ആദരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പോ ഒറ്റ കാര്യം കൂടി പറയണ്ട. ഈ RK ലക്ഷ്മണൻ എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ട്. ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റാണ് ഇദ്ദേഹത്തിന്റെ 8 സഹോദരർ. ഇദ്ദേഹത്തിന് മൊത്തം 8 സഹോദരന്മാരുള്ള ഒരു വലിയ കുടുംബമാണ്. അതിലൊരു സഹോദരനാണ് ഈ RK ലക്ഷ്മണൻ എന്ന് പറയുന്ന ആള്. ഇദ്ദേഹത്തിന്റെ പിന്നെ ഒരുവിധ നോവലുകൾക്കൊക്കെ കാർട്ടൂൺ വരച്ചിരുന്നത് അദ്ദേഹമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഈ നോവലിസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മള് കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് പഞ്ചോലിറ്റി ആറ്റ് മിഡ് ഓപ്പണഡ് ഹിസ് ബാഗ് ആൻഡ് സ്പ്രെഡ് ഔട്ട് ഹിസ് ദ പ്രൊഫഷണൽ എക്യുപ്മെന്റ് വിച്ച് കൺസിസ്റ്റഡ് ഓഫ് എ ഡസൻ കോവയർ ഷെൽസ് ആൻഡ് സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത് വിത്ത് ഒബ്സ്ക്യൂർ മൈസ്റ്റിക് ചാർട്ട് ഓൺ ഇറ്റ്, എ നോട്ട്ബുക്ക് ആൻഡ് ബണ്ടിൽ ഓഫ് Palmyra writing. His forehead was resplendent with sacred ash and vermilion, and his eyes sparkled with a sharp, abnormal gleam, which was really an outcome of a continuous search look for customers, but which his simple client took to be a prophetic light and felt comforted. ഇത്രയും കാര്യങ്ങൾ എന്താണ് പറഞ്ഞു നോക്കാം. ഈ കഥ തുടങ്ങുന്നത് ഒരു മിഡ് കറക്റ്റ് ഒരു
പിന്നെ ഉച്ചയോടടുത്ത ഒരു സമയത്താണ് ഇദ്ദേഹം വന്ന് ഇദ്ദേഹത്തിന്റെ ബാഗ് ഓപ്പൺ ചെയ്ത്, അപ്പൊ ബാഗിൽ ഒരുപാട് ഓക്കുപ്പൻസ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അതിൽ ആ ബാഗിൽ എന്തൊക്കെയുള്ളത്? ഒരു ചതുരാകൃതിയിലുള്ള ഒരു മുണ്ടുണ്ട്, ഒരു വെൽവെറ്റൊക്കെ മാർക്കുള്ള ഒരു എന്താ പറയുക പട്ടു വസ്ത്രമൊക്കെ മാർക്കുള്ള നല്ല തിളങ്ങുന്ന ആ മുണ്ടിൽ ഒരുപാട് കളങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊന്നും സാധാരണക്കാർക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒബ്സ്ക്യൂർ മെസ്റ്റിക് ആയിട്ടുള്ള, ഒബ്സ്ക്യൂർ മെസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിനിഷൻ കൊടുക്കുന്നുണ്ട്. എവിടെയാണ് ഒബ്സ്ക്യൂർ മെസ്റ്റിക്? ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഈസി ടു സീ ഓർ അണ്ടർസ്റ്റാൻഡ്. ഒബ്സ്ക്യൂർ എന്നുള്ളത് അവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതായത് പെട്ടെന്ന്, അതായത് എളുപ്പത്തിൽ കാണാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത ഒരു വസ്തുത. അതായത് ആ ഇതില് ഇവിടെ ഇപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിത്ത് ഒബ്സ്ക്യൂർ മെസ്റ്റിക് എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത്, എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത് വിത്ത് ഒബ്സ്ക്യൂർ മെസ്റ്റിക് എന്നാ പറയുന്നത്. അതായത് ഒബ്സ്ക്യൂർ മെസ്റ്റിക്കോടൊപ്പമുള്ള ഒരു ചതുരാകൃതിയിലുള്ള തുണി. അപ്പോൾ ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് കളം വരച്ച ഒരു തുണി. മെസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാജിക് ഒക്കെ മാർക്കുള്ള, അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരന് തിരിച്ചറിയാത്ത, റിലേറ്റിംഗ് ടു മാജിക്, അല്ലെങ്കിൽ സോർസറി ഓർ ഇൻവോൾവിംഗ് മാജിക്കൽ പവേഴ്സ്, അങ്ങനെ ഒരുപാട് പവറുകളൊക്കെ പരിഗണിക്കുന്ന മാതിരി. അതായത് ഇപ്പൊ നമുക്കറിയാം ഈ കബഡി പാലൊക്കെ ഉണ്ടാവും, അതിന് മേലെ ഒരുപാട് ഷൂ, അതേമാതിരി അങ്ങനെ പൂ എന്നൊക്കെ വരച്ചിട്ടുണ്ടാവും, പൂ എന്നൊക്കെ അതിന് വരച്ചിട്ടുണ്ടാവും. നമുക്ക് അതൊന്ന് കണ്ട വെറും കേവലം അക്ഷരാണ് കാരണം, പക്ഷെ അതിനൊക്കെ ഒരു എന്താ പറയുക ഒരു പൈതൃകമുണ്ട്. അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ മൂപ്പര് പുറത്തേക്ക് എടുത്തിട്ട് മൂപ്പരുടെ കയ്യിലുണ്ടായിരുന്നു കബഡി മുത്തുകള്, അതുപോലെ തന്നെ തുണിയിൽ വരച്ച വിചിത്രമായ അടയാളങ്ങൾ, കയ്യെഴുത്ത് പ്രതികള് അദ്ദേഹത്തിന്റെ പ്രധാന ഉപകരണങ്ങളാണ്. കാഴ്ചയിൽ അദ്ദേഹം വളരെ ഭക്തിയുള്ള ഒരാളാണെന്ന് തോന്നും. നെറ്റിയിൽ ഭസ്മം, കുങ്കുമം ഒക്കെ തൊട്ട് മഞ്ഞ നിറത്തിലുള്ള തലപ്പാവ് ധരിച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകൾ എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കും. അതൊക്കെയാണ് the sparkled with a sharp abnormal gleam which was really an outcome of continuous searching look for കസ്റ്റമേഴ്സിനൊക്കെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളെ നെറ്റിയിൽ കുങ്കുമം ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ഭസ്മം, ആഷ്, എന്താ പറയുക സാക്രഡ് ആഷ്. ഈ സാക്രഡ് ആഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭക്തിയോട് കൂടി നെറ്റിയിൽ വരക്കണ ഒരു ഇതൊക്കെയാണ്. അതുപോലെ തന്നെ വെർമിലിയൻ, അതായത് കുങ്കുമൊക്കെ ഉണ്ടാവും. പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എപ്പോഴും തിളങ്ങുന്ന കണ്ണുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് തിളങ്ങുന്നത്? ചില ആളുകൾക്കൊക്കെ കണ്ണിന് ഭയങ്കര ആകർഷണ ഇതൊക്കെ ഉണ്ടാവും. അപ്പോ അദ്ദേഹത്തിന്റെ നോർമലായിട്ടുള്ള പിന്നെ ചില കസ്റ്റമറുകളെ തിരയുന്ന കണ്ണുകളാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സെക്ഷൻ 1 ഇവിടെ തുടങ്ങുന്നത്. ഇപ്പൊ സെക്ഷന് 1 നമ്മൾ തുടങ്ങുന്നത്, സെക്ഷന്റെ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. സെക്ഷൻ 1 തന്നെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ദ പവർ ഓഫ് ഹിസ് ഐസ് വാസ് കൺസിഡറബിളി എൻഹാൻസ്ഡ് ബൈ ദെയർ പൊസിഷൻ placed as they were between painted forehead. ഇതൊക്കെ മൂപ്പര് ഇതുവരെ പറഞ്ഞ മാർക്ക് നെറ്റിയിലൊക്കെ പിന്നെ പൈന്റ് വരച്ച മാതിരി they were between painted and the dark viscous which steamed down his cheeks. Even half its eyes would sparkle in such a setting to crown the effect. He wore a saffron-colored turban around his head. സാഫ്രോൺ കളർ, അതായത് കുങ്കുമ കളറിലുള്ള ടർബൻ തലക്കെട്ടൊക്കെ അദ്ദേഹത്തിന് തലയുണ്ട്. ദിസ് കളർ സ്കീം നെവർ ഫെയിൽഡ്, അതൊരിക്കലും പരാജയപ്പെടുകയില്ല. പീപ്പിൾ വെർ അട്രാക്റ്റഡ് ടു ഹിം ആസ് ബീസ് ആർ അട്രാക്റ്റഡ് കോസ്മോസ് ഓർ ദളിയസ്റ്റ്. ആൾക്കാർ കണ്ടുമുള്ള ദഹീയക മാതിരി ഫ്ലവർ, അല്ലെങ്കിൽ ഇതൊക്കെ ദഹീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ബ്രൈറ്റ്ലി കളറഡ് ഗാർഡൻ ഫ്ലവർ വിത്ത് ലോങ് തിൻ പെറ്റൽ ഇൻ എ ഷേപ്പ് ലൈക്ക് എ ബോൾ. അതായത് ഒരു തരം നമ്മളൊരു കുങ്കുമ പൂ എന്നൊക്കെ പറയും നമ്മളൊക്കെ നാട്ടിൽ. ഒരു പന്തുമാർക്ക് ആകൃതിയിൽ ഒരു തണ്ടുമൊക്കെ ഉണ്ടാകുന്ന ഫ്ലവറിനോടൊക്കെയാണ് അദ്ദേഹത്തിന്റെ തലക്കെട്ട് ഉപമിക്കുന്നത്. ഹി സാറ്റ് അണ്ടർ ദ ബോട്ട് ഓഫ് സ്പ്രെഡിംഗ് തമറിൻഡ് ട്രീ വിച്ച് ഫ്ലാങ്കഡ് എ പാത്ത് റണ്ണിംഗ് ത്രൂ ദ ടൗൺ ഹാൾ പാർക്ക്. ടൗൺ ഹാളിന്റെ അടുത്ത് ടൗൺ ഹാൾ പാർക്കിന്റെ അടുത്തുള്ള
നമ്മൾ വ്യാപിച്ച് കിടക്കണ അതിങ്ങനെ പരന്ന് കിടക്കണ ഒരു പുളിമരത്തിന്റെ ചുവട്ടിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം വളരെ തന്ത്രപ്രധാനമാണ്. ആ വഴി കടന്നു പോകുന്ന ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ പറ്റിയ ഒരു ഇടമാണ്. ആ ഇടത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. എന്നാൽ രസകരമായ കാര്യം, ആ ജോത്സ്യന് സ്വന്തമായി വെളിച്ചം പോലും ഇല്ല. അതാണ് ഇവിടെ ഈ സാറ്റ് അണ്ടർ ദ ബ്ലോട്ട് ഓഫ് സ്പ്രെഡിംഗ് ടമറിൻഡ് വിച്ച് ഫ്രാങ്കഡ് ബൈ ദ റണ്ണിംഗ് ഔട്ട് ദ ബാഡ്. ഇറ്റ് വാസ് റിമാർക്കബിൾ പ്ലേസ് ഇൻ മെനി വേസ്. ഏറ്റവും വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. ഈ സർജിങ് ക്രൗഡ് വാസ് ആൾവേസ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ ദിസ് നറോ റോഡ് മോർണിംഗ് ടിൽ നൈറ്റ്. അതായത് രാവിലെ മുതൽ രാത്രി വരെ ആ ഇടുങ്ങിയ പാതയിലൂടെ എപ്പോഴും ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന് നല്ലൊരു മരച്ചുവടും അതുപോലെ തന്നെ ചെറിയൊരു തറയൊക്കെ കിട്ടിയിട്ടില്ല. ആ തന്ത്രപരമായ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇരുന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ജോത്സ്യനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ജോത്സ്യന്റെ അല്ലെങ്കിൽ കൈനോട്ടക്കാരന് എന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാം. ഒരു കൈനോട്ടക്കാരൻ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് അവിടെ ഇരുന്നിട്ടാണ് ആരംഭിക്കുന്നത്. ഇനി എന്താ പറഞ്ഞു, എ വെറൈറ്റി ഓഫ് ട്രഡേഴ്സ് ആൻഡ് ഓക്യുപ്പേഷൻ വാസ് റെപ്രസെന്റഡ് അലോങ് ഇറ്റ്സ് എ മെഡിസിൻ സെല്ലേഴ്സ് ഓഫ് സ്റ്റോളൻ. നല്ല സ്ഥലമാണത്. മരുന്ന് കച്ചവടക്കാരും അതുപോലെ തന്നെ ഈ കള്ളന്മാര് അവർ കട്ടെടുത്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനങ്ങളൊക്കെ ആ സ്ഥലത്ത് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഹാർഡ്വെയർ, ജങ്ക്, മാജീഷ്യൻസ്, എബോ ഓൾ ആൻഡ് auctioneer of cheap cloth who created enough in order to attract Old Town. അപ്പൊ അതൊക്കെയാണ് അവിടെ പറഞ്ഞത്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ മനസ്സിലായത്? അതായത് ഒരുപാട് ആ ടൗണില് കുറെ ആളുകളുണ്ട്, കുറെ ആൾക്കാർ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അതില് അപ്പൊ നമ്മളിവിടെ നമ്മളിപ്പോ ആ ബജാറിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ഫോൺ കോൾ വന്നു, ഒഴിവാക്കാൻ പറ്റാത്ത ഫോൺ കോൾ. അപ്പൊ അതിലേക്ക് ഞാൻ പോയി. ഇനിയിപ്പോ ഈ ജോത്സ്യന് ഇപ്പൊ ഇവിടെ ഇങ്ങനെ മരത്തിന് ചോട്ടും ഇതൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ ഈ ജോത്സ്യന് ഭയങ്കര രസമുണ്ട്. ഈ വെള്ളത്തിന്റെ അടിയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും കൂടി താഴോട്ട് പോകുമ്പോൾ നമുക്കൊന്നും കൂടി പറയാം. ഈ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണെന്നൊക്കെ നമ്മൾ വായിച്ചല്ല. ആ വായി കടന്നു പോകുന്ന ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ പറ്റിയ ഒരു ഇടത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അതുവരെ പഠിച്ചു. പിന്നെ ആ സമയത്ത് ഇത് ഹാർഡ്വെയർ, ജങ്ക്, അതേമാതിരി മാജിഷ്യൻസ് ആൻഡ് എബോ ആൾ, അതിന് മുകളിൽ എല്ലാവരും ഉണ്ട്. ആൻഡ് ആക്സിനിയർ. who created enough deen. അങ്ങനെ ഒരുപാട് ബഹളങ്ങളൊക്കെ ഉള്ള ഒരു ടൗണിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അവിടെ ഒരുപാട് തെരുവ് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു സ്ഥലം. അതൊക്കെയാണ് സെക്ഷൻ 1 പ്രത്യേകം എടുത്ത് കാട്ടുന്നത്. നെക്സ്റ്റ് ടു ഹിം ഇൻ ഓസി നെക്സ്റ്റ് ടു ഹിം അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഓസി, അതായത് ഉച്ചത്തിൽ സംസാരിക്കുന്ന ചില ആളുകൾ, അതിന്റെ ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഈ തെരുവിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. എന്താണ് ഇപ്പൊ ഇവിടെ പറയണത്? കറക്റ്റ് അർത്ഥം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ടു ഹിം ഇൻ ഓസി ഫെറോസ്നെസ് കെയിം എ വെൻഡർ ഓഫ് ഫ്രൈഡ് ഗ്രൗണ്ട് നെറ്റ്. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഒരു കടല കച്ചവടക്കാരനുണ്ട്. ആ കടല കച്ചവടക്കാരന് അദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കും. അദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ ഭാഗമാണ്. ഒച്ചത്തിൽ
സൗണ്ട് ഉണ്ടാക്കും. എന്നിട്ട് അദ്ദേഹം പല സംഗതികളൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കും. അത് ആ സംഗതികളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് പിന്നെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പേരാണ്, ഇതിന്റെ ഡെഫിനിഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓസി ഫെറോസ്നെസ്. ഓസി ഫെറോസ്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇത് അവിടെ കൊടുത്തിരിക്കുന്നത്. മേക്കിംഗ് എ ലൗഡ് ഔട്ട്ക്രൈ ആൻഡ് എക്സ്പ്രസിങ് സംതിങ് റിപ്പീറ്റഡ്ലി. അതായത് ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കും, വലിയ വലിയ ശബ്ദം ഉണ്ടാക്കും. അതുപോലെ തന്നെ ചില സംഗതികളൊക്കെ പിന്നെ ആവർത്തിച്ച് പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ആരാണ്? ഒരു വെണ്ടറാണ്, ഒരു വ്യാപാരിയാണ്, തെരുവിലെ ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഫ്രൈഡ് ഗ്രൗണ്ട് കടല വറുത്ത് വിൽക്കുന്ന പരിപാടിയാണ്. അദ്ദേഹം വന്ന് പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉൽപ്പന്നത്തിന് ഓരോരോ രസകരമായ പേരുകൾ ഓരോ ദിവസവും നൽകും. ആ കടലക്ക് അദ്ദേഹം ഓരോ ദിവസം ഓരോ ഐറ്റം പേരാണ് പറയാ. അതിന്റെ ഒരു ദിവസം എന്തായിരിക്കും അതിന്റെ പേര്? ബോംബെ ഐസ്ക്രീം എന്നാണ് ഈ കാരം ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഡേ ഡൽഹി അൽമണ്ട് എന്നാണ് ഈ കാരം. ഡൽഹി അൽമണ്ട് ഇല്ലേ? അൽമണ്ട് എന്ന് പറഞ്ഞാൽ ബദാം. അപ്പൊ ഡൽഹി ബദാം എന്നാണ് ഈ കാരം അദ്ദേഹം പറയാ. അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം പിന്നെ രാജാസ് ഡൽഹി രുചികളുടെ രാജാവ് എന്നൊക്കെയാണ് മലയാളത്തിൻ്റെ അർത്ഥം. അതൊക്കെയാണ് പറയാ. ആൻഡ് അങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ ട്രിക്ക്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ പോറ്റാനാണ് എന്ന് ഓർക്കുമ്പോൾ രസം. കാരണം നമ്മൾ ഈ പിന്നെ ടൗണിലൂടെ ഒക്കെ നടക്കുമ്പോൾ തെരുവാരങ്ങളിൽ പലവിധം ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തൊന്നും നമ്മൾ പിന്നെ ചീപ്പായിട്ടൊന്നും ഒരിക്കലും കാണാൻ പാടില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി, ഒരു അഭിമാന ബോധമൊക്കെ ഉണ്ട്. അവർ ഈ ടൗണിലൊക്കെ വന്ന് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളൊക്കെ അവരെ ആശ്രയിച്ച് അവരുടെ വീട്ടില് ഭാര്യ, കുട്ടികള്, പിന്നെ പ്രായം ചെന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ വയറുകളെ അല്ലെങ്കിൽ അവരെ പോറ്റാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള വസ്തുതയൊക്കെ മനസ്സിലാക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകത്ത് അവരാണ് രാജാക്കന്മാര്, നമ്മളുടെ ലോകത്ത് നമ്മൾ രാജാക്കന്മാരാണ്. അപ്പൊ നമ്മൾ തെരുവിൽ കാണുന്ന ആളുകള് നമ്മളും തമ്മിൽ രാജാക്കന്മാരെ തമ്മിൽ കണ്ടുമുട്ടാണ്. അപ്പൊ കണ്ടുമുട്ടുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഒരു അഭിസംബോധന, ഒരു സംസ്കാരമൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ വേണം. ആരും വില കുറച്ച് നമ്മൾ കാണാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് സാന്ദർഭികമായിട്ട് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കഥയ്ക്ക് തന്നെ കടക്കാം. പിന്നെ the astrologer transacted his business by the light of a flare which crackled and smoked up above the groundnut heap nearby. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കടല വറുക്കുമ്പോഴൊക്കെ സ്മോക്കിംഗ് പുകകളൊക്കെ പൊന്തുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് ആരംഭിച്ച് തെരുവിലെ ലൈറ്റിലും മറ്റൊക്കെയാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ലൈറ്റ് ഒന്നും ഇല്ല എന്നുള്ള പ്ലേസ് വാസ് ഡ്യൂ ടു ദ ഫാക്ട് ഹി ഡിഡ് നോട്ട് ഹാവ് ദ ബെനിഫിറ്റ് ഓഫ് മുനിസിപ്പൽ ലൈറ്റിംഗ്. The place was lit up by shop light. അതായത് കടകളിൽ നിന്നൊക്കെയുള്ള ലൈറ്റൊക്കെ വീശുന്ന സ്ഥലമാണ്. 1 hour to hard hissing glass light. Hissing glass light എന്ന് പറഞ്ഞത് hissing making a noise like a long sound. അതായത് നമ്മൾ ഗ്യാസ് ലൈറ്റ് എന്നൊക്കെ പറയും. ഈ മണ്ണെണ്ണൊക്കെ വർക്ക് ചെയ്യണ ഒരു പമ്പ് ചെയ്തിട്ട് ഇങ്ങനെ പഴയ കാലത്തൊക്കെ ഉണ്ടാവും. അത് അങ്ങനത്തെ ലൈറ്റ്. അത് വളരെ നല്ല സൗണ്ടാണ് ഈ കറക്റ്റ്. സൗണ്ടിലൂടെ നല്ല പ്രകാശമൊക്കെ തരും. അത്ര ലൈറ്റുകളുടെ ഒക്കെ വെളിച്ചത്തിൽ അതൊന്നും ഇയാളെ സ്വന്തമായിട്ടുള്ള ലൈറ്റ് അല്ല. ചുറ്റുവട്ടത്തുള്ള കച്ചവടക്കാർ ഇവരൊക്കെ ലൈറ്റാണ്. ഇയാൾക്ക് സ്വന്തമായിട്ടൊരു ലൈറ്റ് പോലും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ബിസിനസ് അവിടെ ആരംഭിക്കണം. ഞാൻ വളരെ ഷോർട്ടായിട്ട് മലയാളം മാത്രം പറഞ്ഞ് നിർത്താം. പിന്നെ നമ്മളെ ഈ കഥാപാത്രം ഉണ്ടല്ലോ, ഈ ആസ്ട്രോളജി, അതായത് ജ്യോതിഷൻ, കൈനോട്ടക്കാരനെ. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ കൈനോട്ടമൊന്നും അറിയില്ല. അദ്ദേഹം ഒരു തട്ടിപ്പേരനാണ്. അദ്ദേഹത്തിനെ സമീപിക്കുന്ന ആളുകളുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളും
ഭാവി കാര്യങ്ങളൊക്കെ അദ്ദേഹം നന്നായി പ്രവചിക്കലുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ആത്മീയത്തെ തട്ടിപ്പേരൊക്കെ ഉണ്ടാവും, ആത്മീയതയിലൊക്കെ വളരെ തട്ടിപ്പേരൊക്കെ ഉണ്ടാവും. ഇവരുടെ ഇരയാകുന്നത് ആരൊക്കെയാണ്? സമൂഹത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ചില കഷ്ടതകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് പെട്ടെന്ന് ഇവരെ ഇതിൽ വന്നു പോകുന്നത്. അപ്പോൾ നമ്മളെ ഈ കഥാപാത്രം അങ്ങനത്തെ ഒരാളാണ്. അദ്ദേഹം തെരുവിലൂടെ നടക്കുന്ന ആളുകളെ ആകർഷിച്ച് ക്ഷണിക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ കഴിഞ്ഞുപോയ കാര്യങ്ങളും ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും എന്തെങ്കിലും നല്ല കാലം വരാൻ തടസ്സം നിൽക്കുന്നത് ആരെങ്കിലൊക്കെയാണ് എന്നൊക്കെ അദ്ദേഹം പ്രത്യേകം പറയും. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. 1 പണം, 2 നമ്മളെ വിവാഹം, 3 കുടുംബ വഴക്ക്. ഇത് 3 ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് കറക്റ്റായിട്ട് നടക്കുന്നില്ലേ, അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അദ്ദേഹം എന്ത് പറയും, ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു മനുഷ്യനെ അയാൾക്ക് സമീപിച്ചു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു ജ്യോത്സ്യനാണ്, എന്റെ വിദ്യാർത്ഥികളിൽപ്പെട്ട ഒരാള് എന്നെ സമീപിക്കണം. അപ്പൊ എന്നെ സമീപിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ചോദിക്കും, എന്താണ് നിങ്ങളെ പ്രശ്നം? അപ്പൊ നിങ്ങൾ എന്നോട് അത് പറയാൻ ആരംഭിക്കുകയാണ്. അതായത് എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ഇതുണ്ട്. അപ്പൊ തന്നെ ജസ്റ്റ് കടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ജ്യോത്സ്യനായ ഞാൻ എൻ്റെ കസ്റ്റമർ ആയിട്ടുള്ള എൻ്റെ വിദ്യാർത്ഥിനോട്, ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിള് നമ്മളെ വിദ്യാർത്ഥിയാണ് ഷിജുവിനെ നിങ്ങൾക്ക് അറിയുന്നു ചേർന്നു, അല്ലെങ്കിൽ നിഷാദ്. അപ്പൊ നമ്മൾ ഷിജുവിനെ എടുക്കാം. ഷിജു എൻ്റെ അടുത്ത് വന്ന്, ഞാൻ കൈനോട്ടക്കാരനാണ്, അപ്പൊ എന്നോട് വന്നിട്ട് പറയണം, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, കടം കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കാന്ന് പറഞ്ഞപ്പോൾ ഇടിച്ചേക്കാൻ ഞാൻ പറയും സ്റ്റോപ്പ്, ജസ്റ്റ് മിനിറ്റ് പറഞ്ഞിട്ട് ഞാനൊരു മൗനവ്രതത്തിലേക്ക് പോകും. ഞാൻ ജ്യോത്സ്യനാണല്ലോ. അപ്പൊ ഞാൻ കുറച്ചേരം ഇങ്ങനെ കണ്ണടച്ചിട്ട് ജസ്റ്റ് ഞാൻ പറയും, നിങ്ങൾക്ക് അർഹിക്കുന്ന തരത്തിലുള്ള പണം ലഭിക്കുന്നില്ല, അപ്പൊ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്, അപ്പൊ ആ തടസ്സത്തിന്റെ കാരണം ഇന്നതാണ്, അതിന് പരിഹാരമുണ്ട്, അതിന് നിങ്ങൾ ഇത്ര റുപ്യ ചെലവാക്കണം. ആ സാധു എങ്ങനെയെങ്കിലും എൻ്റെ തടസ്സം മാറാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും ആരൊക്കെ നിന്നും കടം വാങ്ങിയിട്ട് അതിനൊരു പരിഹാരമാവുമല്ലോ, പിന്നെ കടങ്ങളൊക്കെ വീട്ടാന്നുള്ള രീതിയിൽ എന്ത് പണി ചെയ്യും, കുറെ പണം നമ്മളെ കയ്യിൽ കൊടുത്തിരും, പരിഹാര ക്രിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യും. ഇതൊക്കെ അദ്ദേഹത്തെ സമാധാനത്തോടു കൂടി പറഞ്ഞേക്കും. പിന്നെ അദ്ദേഹത്തിന്റെ കടങ്ങൾ വീഡിയോ ഇതായതോ എന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല, അദ്ദേഹം അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ തട്ടിപ്പ്. അല്ലെങ്കിൽ ഞാൻ ചെന്ന് പറയുകയാണ്, ചിലപ്പോൾ നമുക്ക് കല്യാണപ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സങ്കല്പത്തിലുള്ള ഭാര്യ ഗണനെ, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവോ ആരൊന്നും നമ്മൾ പോയി കാണുന്ന ആളുകളൊന്നും നമുക്ക് അങ്ങനെ ബോധിക്കണില്ല. നമുക്ക് സങ്കല്പമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെന്ത് പണിയും, ഒന്നല്ലെങ്കിൽ അതിന്റെ അങ്ങേതൊക്കെ ഇങ്ങനെ പോയി കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ സങ്കല്പത്തിന് അല്ലെങ്കിൽ അതിലും കവിഞ്ഞ നല്ലൊരു ഭാര്യ, ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഇണയെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കാര്യമായിട്ട് നടക്കില്ല, അതെങ്ങനെയെങ്കിലൊക്കെ മുടങ്ങിപ്പോകും. അപ്പൊ നമ്മള് ഒരു ജ്യോത്സ്യനെ, ഇപ്പോ ഷിജുവിന്റെ കാര്യം പറഞ്ഞപ്പോ നിഷാദിന്റെ അടുത്ത് കയറാണ്. നിഷാദ് അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉള്ള ഒരു കുറ്റിയാണ്. നിഷാദിന്റെ അടുത്ത് കയറാണ്, ഞാൻ ജ്യോത്സ്യനാണല്ലോ. അവൻ നിഷാദ് വന്നിട്ട് പറയാണ്, ഞാൻ എന്റെ കല്യാണം തീരുന്നില്ല, ഒരുപാട് കാലമായി നോക്കുന്നു പറഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യിച്ചു അവനെ കൊണ്ട്. എന്നിട്ട് ഞാൻ കുറച്ചേരം ഇങ്ങനെ ഉണ്ടാകാതിരിക്കും. എന്നിട്ട് ഞാൻ അവരോട് പറയും, നിങ്ങളെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ കുടുംബത്തിൽ തന്നെയാണ് നിങ്ങളെ പ്രശ്നം, ഒരു സ്ത്രീയാണ് നിങ്ങളെ പ്രശ്നം. സാരില്ല, ആ സ്ത്രീ നിങ്ങളെ കല്യാണം നടക്കാൻ പാടില്ല, അപ്പൊ അതിന് വേണ്ട പണിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് കുറെ പൈസയും വാങ്ങും, കുറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും തകിട് എന്തെങ്കിലുമൊക്കെ ഭുജിച്ചു കൊടുക്കും. അയാൾ അതെറ്റ് പോവും ചെയ്യുക, കുറെ പൈസയും കിട്ടും. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ പരിപാടി. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും കുടുംബത്തിലൊക്കെ. അപ്പൊ നമുക്ക് പറയല, നമ്മളെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യം മനസ്സമാധാനമാണ്. അപ്പൊ അത് നമ്മൾ വെറുതെ ആരെങ്കിലൊക്കെ വഴക്കിട്ടുകൊണ്ട് ആരോടെങ്കിലൊക്കെ ദേഷ്യം വെച്ച് ഇതാക്കി കഴിഞ്ഞാല്, ആരോടെങ്കിലും എന്തെങ്കിലും വഴക്കണോ, കുടുംബത്തിലാവാം, സുഹൃത്തുക്കളോടാവും, അയൽവാസികളോടായിരിക്കും. അപ്പൊ അവരോട് പക നമ്മളെ മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കും. പിന്നീട് ആ പക അവിടെ കിടന്ന് നമ്മൾ അറിയാത്തന്നെ അത് അവിടെ കിടന്ന് വളരുന്നുണ്ടാവും. ആ സമയത്ത് നമ്മളോട് പകയുള്ള ആളുണ്ടാവില്ല. അദ്ദേഹം നല്ല സ്വസ്ഥമായിട്ടൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവരോട് അസൂയ തോന്നും, പക തോന്നും, നമ്മളെ ശത്രുവായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ പഠനത്തിൽ അവനക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. തന്റെ അയൽവാസിയായ തന്റെ സുഹൃത്തിനോട് അവനക്ക് പക ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോലിയിൽ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്റെ ശത്രുവിനോടുള്ള പകയാണ്. അപ്പൊ ആ പക കൊണ്ട് നടക്കുമ്പോൾ നമ്മളെ തന്നെയാണ് ഇല്ലാതാക്കുക. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ട് അയാളോട് സംസാരിക്കുക, ആ പക അവിടെ കളയുക. പക നിങ്ങൾ മനസ്സിൽ കൊണ്ടിറക്കരുത്. ഇനി എന്തെങ്കിലും മറ്റൊരാൾ പ്രശ്നക്കാരനാണ് എന്ന് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് അദ്ദേഹത്തിന് മുന്നിൽ പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക. അത് അദ്ദേഹത്തിന് നന്മക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെ സ്വന്തം നന്മക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോടെങ്കിലും പക തോന്നുന്നുണ്ടെങ്കിൽ ആ പക അവിടെ വെച്ച് കളഞ്ഞിട്ട് അപ്പോൾ മനസ്സിൽ നിന്നൊരു ഭാരം ഒഴിവാകും. എന്നാലും നമ്മൾ എന്ത്
ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൻ 1 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ സെക്ഷൻ 2 പോവാം. അപ്പൊ സെക്ഷൻ 1 എന്താണ്? അദ്ദേഹം ഒരു ടൗണിൽ ഇരിക്കുകയാണ്, അദ്ദേഹം ജോത്സ്യനാണ്. അപ്പൊ അദ്ദേഹം തട്ടിപ്പേരനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഭാവി കാര്യങ്ങളോ അല്ലെങ്കിൽ അയാൾ മുന്നിൽ വരുന്ന ആളുകളെ ഭാവി കാര്യങ്ങളൊന്നും പറയാനോ നോക്കാനോ അദ്ദേഹത്തിന് സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് എന്ന് പറയാം. എന്നാലോ അത് മറ്റുള്ള പണ്ഡിതന്മാരെ പോലെ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനുള്ള കഴിവോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള വസ്തുതയും ഏതാണ്. പക്ഷെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പണം സമ്പാദിക്കുന്നത്. ആ ബുദ്ധി നല്ല കാര്യത്തിനല്ല, തെറ്റായ ഒരു മാർഗത്തിലൂടെയാണ് ആ ബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹം പണം സമ്പാദിക്കുന്നത് എന്ന് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് നമ്മൾ സെക്ഷൻ 2 പോവാണ്. സെക്ഷൻ 2 എന്താണ് നടക്കുന്നത്? സെക്ഷൻ 2 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാഡ് ലെഫ്റ്റ് ഹിസ് വില്ലേജ് വിത്തൗട്ട് എനി പ്രീവിയസ് തോട്ട് ഓർ പ്ലാൻ. അദ്ദേഹം ഈ നമ്മൾ പറഞ്ഞ മറ്റേ ജോത്സ്യനുണ്ടല്ല, ഈ ജോത്സ്യന് ശരിക്കും അദ്ദേഹത്തിന്റെ വില്ലേജിലല്ല ഉള്ളത്. അദ്ദേഹം ഉള്ളത് എവിടെയാണ്? പിന്നെ മസനഗുഡി അല്ലല്ല, എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? ജസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ. മാൽഗുഡി എന്ന് പറഞ്ഞ സങ്കല്പ ടൗണിലാണ്. അത് നമ്മളെ RK നാരായണന്റെ ഒരു സങ്കല്പ സ്ഥലമാണ് മാൽഗുഡി എന്നുള്ളത്. അപ്പൊ ആ മാൽഗുഡിയിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോ അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന്റെ പിന്നെ വില്ലേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രാമം എന്ന് പറയുന്നത് എത്രയോ മൈലുകൾക്ക് അപ്പുറത്താണ്. അവിടുന്ന് ഒരു മുൻകൂട്ടിയുള്ള ഒരു പ്ലാനോ ഒരു ചിന്തയോ ഒന്നുമില്ലാതെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് രായ്ക്ക് രാമായണം മുങ്ങിയതാണ്. തട്ടിപ്പേരനല്ലേ? അപ്പൊ എന്തിനു കാരണമൊക്കെ ഉണ്ടാവും, നമുക്ക് വരും ഭാഗത്ത് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും. If he had continued there, he would have carried on the work of his forefathers, namely tilling എന്ന് പറഞ്ഞാൽ preparing and using, അതായത് കൃഷി, the land, living, marrying and reaping in his cornfield and ancestral home. അതായത് ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ രാജ്യം വിട്ടു പോന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ മുൻ തലമുറക്കാർ ചെയ്തിരുന്ന ജോലി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് എന്താണ് ആ ജോലി? അതായത് ടില്ലിംഗ് എന്നാണ് പറഞ്ഞത്. ടില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിനെ റെഡിയാക്കി വെക്കുന്ന അതിനൊക്കെ പറയാം ടില്ലിങ്. അതേമാതിരിക്ക് പിന്നെ അദ്ദേഹം ജീവിക്കുന്നുണ്ടാവും ഇങ്ങനെ കല്യാണമൊക്കെ കഴിച്ച്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീടും കാര്യങ്ങളൊക്കെ പിന്നെ പുനർനിർമ്മിച്ച്, അതുപോലെ തന്നെ കോൺഫീൽഡ് അതായത് ചോളപ്പാടൊക്കെ ഉയ്തു മറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന്റെ നാട്ടിൽ ജീവിക്കുക. പക്ഷെ അദ്ദേഹം ഗ്രാമമൊക്കെ വിട്ട് അദ്ദേഹത്തിന്റെ നാടൊക്കെ വിട്ട് ടൗണിൽ വന്നിട്ട് ഒരു ജോത്സ്യനായിട്ടാണ് ജീവിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാൽ ദാറ്റ് വാസ് നോട്ട് ടു ബി. അതല്ല, അതായത് ഇപ്പോ അദ്ദേഹം അങ്ങനെയൊന്നല്ല ജീവിക്കുന്നത്, അദ്ദേഹം ജോത്സ്യനായിട്ടാണ് ജീവിക്കുന്നത്. ഹി ഹാഡ് ടു ലീവ് ഹോം വിത്തൗട്ട് ടെല്ലിങ് എനിവൺ. ആരോടും പറയാതെ അദ്ദേഹത്തിന്റെ വീട് വിട്ട് ഇറങ്ങി. ഹി കുഡ് നോട്ട് റെസ്റ്റ് ടിൽ he left it behind a couple of 100 miles. അതായത് നൂറുകണക്കിന് മൈലുകൾ കിലോമീറ്ററുകൾ പിന്നെ താണ്ടി ഈ മാൽഗുഡി എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിൽ എത്തുന്നത് ഇവരെ അദ്ദേഹത്തിന് റെസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. തുടരെ ഓടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എവിടെ നിൽക്കാതെ ഈ മാൽഗുഡി എന്ന ഗ്രാമത്തിൽ വന്നിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുവരെ ഓടിക്കൊണ്ടിരിക്കുന്നത്. Here villager it is a great deal as it can pocket flowered between. അപ്പൊ മഹത്തായ ഒരു ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത സെന്റൻസിലേക്ക് നോക്കാം. അപ്പോ അത് എന്താണ് ഇവിടെ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ വീടൊക്കെ വിട്ട് ആരോടും പറയാതെ അദ്ദേഹത്തിന്റെ വീടൊക്കെ വിട്ട് ഇറങ്ങി ഒരു വില്ലേജറാണ്. ആ വില്ലേജിൽ അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കർഷകനായിട്ട് ഒരു കല്യാണമൊക്കെ കഴിച്ച് നല്ലപോലെ ഒരു കുടുംബസ്ഥനായിട്ട് അവിടെ ജീവിക്കേണ്ട മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ആരോടും ഉണ്ടാകാതെ രായ്ക്ക് രാമായണം നാട് വിട്ട് മാൽഗുഡി എന്ന ഈ ചെറിയ ടൗണിൽ
അല്ലെങ്കിൽ പട്ടണത്തിൽ വന്നിട്ടാണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ ഹാഡ് വർക്ക് ഇൻ അനാലിസിസ് ഓഫ് മൈക്ക് ആൻഡ് ട്രബിൾസ്, അതായത് പിന്നെ ഇവിടെ മൂപ്പർ എന്താണ് ജോലി ചെയ്യുന്നത്, ഇയാൾ വിശകലനം ചെയ്യാണ് മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾ, മാരേജ്, മണി ആൻഡ് ദ ടാങ്കിൾ ഓഫ് വുമൻ ടിയേഴ്സ്. Law practice had sharpened his perception. Within 5 minutes, he understood what was wrong. He charged 3 pieces per question and never opened his mouth till the other had spoken for at last 10 minutes, which provided him enough stuff a dozen answer and advice. When he told the person before him, gazing at his palm, in many ways you are not getting the fullest result for your effort. 9 out of 10 were disposed to agree with him. Or he questioned, is there any woman in your family, maybe even a distant relative, who is not well disposed towards you? Or he gave an analysis of character. Most of your trouble are due to your nature. How can you otherwise withstand where he is? You have an impetuous nature and a rough exterior. This is endeared him to their hurts immediately, or even the mildest of us low think that has forbidding exterior. അപ്പൊ രണ്ടാമത്തെ ഖണ്ഡികയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഇയാൾ ചെയ്യുന്ന ജോലിനെ കുറിച്ചിട്ടാണ്. ഇയാൾക്ക് മനുഷ്യരാശിയുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മുമ്പ് സാന്ദർഭികമായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇയാളെ പരിപാടി എന്താ, ഇയാൾ തട്ടിപ്പേരനാണെന്ന് എന്നുള്ളപ്പോൾ മനസ്സിലായാലും രായ്ക്ക് രാമായണ നാടൊക്കെ വിട്ട് ടൗണിൽ ചെറിയ പട്ടണത്തിൽ മുമ്പ് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണം, ജോത്സ്യന്റെ വേഷമൊക്കെ കെട്ടിയിട്ട്. പിന്നെ ഇയാളെടുത്ത് വരുന്ന ഏതൊരു മനുഷ്യന് ഇയാളെടുത്ത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് 3 പ്രശ്നങ്ങളുണ്ടാകുക. ഒന്നിക്കലോ പണവും സമ്പത്തുമായി പ്രശ്നം, അല്ലെങ്കിൽ കല്യാണം മാരേജുമായുള്ള വിഷയം, അല്ലെങ്കിൽ കുടുംബ വഴക്കോ ആരോടെങ്കിലൊക്കെ ഉള്ള പ്രശ്നം. ഈ 3 വിഷയങ്ങളുമായിട്ടാണ് ജോത്സ്യന്റെ മുന്നിൽ ആരും പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഈ 3-ൽ എന്താണ് നമ്മളെ മുന്നിൽ വന്ന ആളെ പ്രശ്നം എന്നുള്ളത് ഇയാള് പിന്നെ മനസ്സിലാക്കും. അതെങ്ങനെയാണ്? ആദ്യം വന്ന ആൾക്ക് 2 മിനിറ്റ് സംസാരിക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ്, 2-10 മിനിറ്റ് ചെറിയ രീതിയിൽ സംസാരിക്കാൻ അവസരം കൊടുക്കും. പിന്നെ അതുവരെ മൂപ്പര് അയാൾ പറഞ്ഞു കഴിയണത് വരെ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും പറയുന്നത് വരെ ഇയാളെ വായ തുറക്കുന്നില്ല, തികച്ചും മൗനനായിട്ട് നിൽക്കും. എന്നിട്ട് ഇയാൾ ഇങ്ങനെ പറയുമ്പോൾ മൂപ്പരെ കയ്യിൽ വലിയ താലിയോല ഗ്രന്ഥങ്ങളുണ്ടാവും. ഈ താലിയോല ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ കാലത്ത് പല സംഗതികളൊക്കെ എഴുതി സൂക്ഷിച്ച് വെച്ചിരുന്ന ഇതാണ് ഈ താലിയോല ഗ്രന്ഥം. ഈ താലിയോല ഗ്രന്ഥത്തില് പിന്നെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു സാധനമാണ്. പക്ഷെ അത് അയാളെ മുന്നിൽ വലിയൊരു ബണ്ടലുണ്ട്. അതിനൊരു 10 കൊല്ലം കൂടി പഴക്കമുണ്ടാവോ എന്നുള്ളത് സംശയമാണ്. അതൊരു പനന്റെ ഇലക്കെ എടുത്ത് കണ്ട് അത് പഴകി കുറച്ചു നേരം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പഴകി, പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ എഴുതിയും കണ്ട് ഇതാക്കിയാൽ മതി. അങ്ങനെ ചെയ്തു വെച്ചാൽ മതി. അപ്പോ അതാണ് അതിന്റെ അപ്പൊ അതാണ് ജോത്സ്യന്റെ പരിപാടി. അപ്പൊ ഈ ജോത്സ്യന്റെ അടുത്ത് വന്നു കഴിഞ്ഞാല് ഈ 3 വിഷയത്തിൽ നിന്നും ഇയാള് വന്ന ആളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് അയാള് ഒരു 2-3 ചോദ്യം അങ്ങോട്ട് ചോദിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ, ഒറ്റപ്പെട്ട് ജീവിക്കണത്, അങ്ങനെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ? ഏതൊരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഇല്ലായിരിക്കില്ല. അപ്പോൾ ഒരു സ്ത്രീയാണ് നിങ്ങളെ പ്രശ്നം എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ അയൽവാസിയിലോ അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങളോട് ശത്രുതയുള്ള ആളുണ്ടാവോ എന്നുള്ളത്. അതിപ്പോ പറ്റാത്ത ആളുകൾ കുറെ ആളുകളുണ്ടാവും. അങ്ങനെ ആരുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ആരെങ്കിലൊക്കെ ഉണ്ടാവും, അത് തീർച്ചയാണ്. അതുപോലെ അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കും, അത് കറക്റ്റും ആയിരിക്കും. അപ്പൊ അതാണ് നിങ്ങളെ പ്രശ്നം, സാരമില്ല, അവനെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞും കണ്ട് മൂപ്പര് പണം സമ്പാദിക്കും. ഞാൻ 1-ാമത്തെ സെക്ഷനിൽ പറഞ്ഞല്ല. അപ്പൊ അത് ആണ് ഇവിടെ പറയുന്നത്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. The nuts vendor below out his flared and rose to go home. This was signal for the astrological bundle up to sin. It left darkness except a little shaft of green light which strayed from somewhere and touched the
ground before him. He picked up his cover shells and was putting them back into his bag when the green shaft of light was blotted out. അതായത് ഇവിടെ ഒരു കള്ളക്കച്ചവടക്കാരന്റെ കാര്യം പറഞ്ഞല്ല, അദ്ദേഹത്തിന്റെ അടുത്താണ് ഇയാൾ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിടെ ഈ ലൈറ്റ് ഇങ്ങനെ കത്തുണ്ടാവും. ആ ലൈറ്റിന്റെ വെളിച്ചത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ബിസിനസ് ഒക്കെ തുടങ്ങുന്നത്. പക്ഷെ അദ്ദേഹം അതൊക്കെ കെട്ടിക്കൂട്ടി ആ കച്ചവടക്കാരൻ കുറച്ചൊക്കെ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് ലൈറ്റൊക്കെ കാണിച്ച് മൂപ്പര് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങും. അപ്പൊ ആ സമയത്ത് ഇയാൾക്ക് ഇനി അവിടെ ഇരുന്നൊരു കാര്യമില്ല. അപ്പൊ ഇയാളും എന്ത് ചെയ്യും, അവിടുന്ന് ഇറങ്ങിപ്പോകും. ഈ കള്ളക്കച്ചവടക്കാരനാണെങ്കിലോ പലജാതി നമ്പറുകൾ ഉപയോഗിച്ച് അതിൽ പോണ ആളുകളെ വിളിച്ചിരുത്താനും കച്ചവടം ചെയ്യാനൊക്കെ മൂപ്പർക്ക് കഴിവുണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഒന്നോ രണ്ടോ ആളുകളൊക്കെ മൂപ്പര കണ്ണുകൾ കൊണ്ട് തീക്ഷ്ണമായ നോട്ടത്തിലൂടെയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആംഗ്യം കാണിച്ച് നമ്മൾ ജോലിസിനും കൊണ്ടും വിളിച്ചെത്തി അതിൽ നിന്ന് ഒന്നോ രണ്ടോ കസ്റ്റമറൊക്കെ വിളിച്ചെത്തിയിട്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പണം അവരെടുത്ത് ഇയാളും വാങ്ങും. പക്ഷെ ഈ കച്ചവടക്കാരെ അവിടുന്ന് വീട്ടിലേക്ക് മടങ്ങാൻ പോണ സമയമാണ് ഇയാളെ സിഗ്നല്. ഇയാൾക്ക് അപ്പം എന്ത് തോന്നി, എനിക്കും പോവാൻ സമയമായി തോന്നിയിട്ട് മൂപ്പര സാധനങ്ങൾ, അതായത് ആ കബഡി തുണികളും മറ്റു കാര്യങ്ങളൊക്കെ കെട്ടിക്കൂട്ടി അദ്ദേഹം പോവാൻ തയ്യാറാവും. അതാണ് പറഞ്ഞത്. The other grumbled some vague reply. The astronaut processed his invitation, whereupon the other thrust his palm under his nose, saying, "You call yourself as an astrologer." The astrologer felt challenged and said, treating others palm towards the green shaft of light, "Yours is a natural host. Stop that." The other said, "Tell me something worthwhile." അപ്പൊ സെക്ഷൻ 2 എന്തൊക്കെയാ പറഞ്ഞെന്നറിയാം. സെക്ഷൻ 2 ഇപ്പൊ ഇയാൾ ഇങ്ങനെ പോവാൻ ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. ഒരാൾ വന്നിട്ട് അദ്ദേഹത്തെ വെല്ലുവിളിക്കുക, നിങ്ങൾ സ്വയം ജ്യോത്സ്യനാണ് അല്ലെങ്കിൽ മന്ത്രവാദം പഠിച്ച ആളെന്നൊക്കെ പറയാണ്, നിങ്ങൾ തട്ടിപ്പേരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരുക്കനായ ശബ്ദമുള്ള ഒരാള് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ആദ്യം നമ്മൾ ജ്യോത്സ്യൻ വിചാരിച്ച എന്താണ്, ഇതൊരു സാധാരണ ഒരു ഇടപാടുകാരനാണെന്ന് കരുതി ജ്യോത്സ്യൻ അയാളെ തന്റെ അടുത്തേക്കൊക്കെ വിളിച്ചു വരുത്തി. പക്ഷെ എന്നാൽ വന്ന ആള് അല്പം പരുക്കൻ സ്വഭാവക്കാരനായിരുന്നു. ഇദ്ദേഹമാണ് നമ്മളെ കഥയിലെ വില്ലൻ. ഇദ്ദേഹത്തിന്റെ പേരാണ് ഗുരുനായക്. ഒക്കെ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ അടിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം വന്നുകൊണ്ട് ഇങ്ങനെ പറയാണ്, ഇദ്ദേഹത്തിനെ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, പന്തയം വെക്കുകയാണ്, ഞാന് ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പറയാൻ നിങ്ങൾ പറഞ്ഞ പൈസ തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വെല്ലുവിളിക്കുക. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഇയാൾ പോവാൻ നേരത്തെ ഏകദേശം ആ ടൗണിൽ കുറച്ച് ഇരുട്ട് പടർന്നി നമ്മൾ കള്ളക്കച്ചവടക്കാരെ വെളിച്ചൊക്കെ ബന്ധാക്കി പോവാണ്. അപ്പൊ അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്ത് കുറച്ച് ഇരുട്ട് വീണ് രാത്രി ആയില്ല, ഏകദേശം വൈകുന്നേരമായി. അപ്പൊ ഇദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ കെട്ടിക്കൂട്ടി പോവാറുന്ന സമയത്താണ് നമ്മളെ വില്ലൻ കഥാപാത്രത്തിന്റെ കയറുക. ഇദ്ദേഹത്തിന് ഭാഗവത്തിൽ ഏർപ്പെടുകയാണ്. നിങ്ങൾക്കൊന്നും അറിയില്ല, ഒരു കൊണ്ടും അറിയില്ല നിങ്ങള്. അപ്പൊ അദ്ദേഹം പറയാം, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ പറഞ്ഞ നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പൈസ കൊണ്ട് വെക്കും, ഇതിന്റെ ഫീസ് കൊണ്ട് വെക്കുന്നു പറയാൻ. അപ്പൊ മൂപ്പര് പറയാണ്, നേരത്തെ കുറച്ച് എന്താ ചില്ലറ പൈസ കൊടുത്തിട്ട് പറയാണ്, ഇതിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഞാൻ തരും, ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൈസ പലിശ സഹിതം എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഇനി നമ്മൾ 3ാമത്തെ സെക്ഷനിലേക്ക് പോവാം. അപ്പോ രണ്ടാമത്തെ സെക്ഷൻ അങ്ങനെ ആ വെല്ലുവിളിയോട് കൂടി അവിടെ നിൽക്കണം. 3ാമത്തെ സെക്ഷൻ എന്താണ് പറഞ്ഞത്, അവർ ഫ്രണ്ട് ഫെൽറ്റ് പിക്കഡ്. സെക്ഷൻ 3 എന്താണ്, നമ്മൾ ആ ഒരു എഗ്രിമെന്റോട് കൂടിയിട്ടാണ് സെക്ഷൻ 3 ഇവിടെ തുടങ്ങണത്. I charge only 3 pieces per question, and what you get out, it ought to be good enough for your money. This other withdraw is took out an ana. അണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തുള്ള ഒരു ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പൈസക്ക് പറയാം, 1 അണ 2 അണ എന്നൊക്കെ പറഞ്ഞത്. അതാണ് ഇവിടെ അണ എന്ന് പറഞ്ഞത്. അദ്ദേഹം കുറച്ച് അണ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത്, I have some questions to ask. If I prove you are bluffing, you must return that ana to me with interest. അതാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ പന്തയം ഉറപ്പിക്കുന്നത്. അതായത് നിങ്ങൾ പറഞ്ഞ കാര്യം കറക്റ്റ്, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം പറയാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഈ പലിശ സഹിതം തിരിച്ചു തരണം. ഇഫ് യു ഫൈൻഡ് മൈ ആൻസർ സാറ്ററി വിൽ യു ഗീവ് മീ 5 rupees. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ തൃപ്തികരമായ ആൻസർ ഞാൻ തരികയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 റുപ്യ തരാൻ പറ്റുമോ? അയാൾ പറയുന്നോ. അല്ലെങ്കിൽ വിൽ യു ഗീവ് മീ 8 അണ. അപ്പൊ ഇയാള് 5 റുപ്യ വേണ്ട 8 അണ തരാൻ പറ്റുമോ? ഓൾ റൈറ്റ് പ്രൊവൈഡഡ് യു ഗീവ് മീ ട്വൈസ് ആസ് മച്ച് ഇഫ് യു ആർ റോങ് സൈഡ് ദ സ്ട്രേഞ്ചർ. അപ്പൊ ആ അപരിചിതരൻ പറയാണ്, പിന്നെ അതിന് ഡബിൾ എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറയണം. അതാണ് അവരെ എഗ്രിമെന്റ് ഇട്ടാ. ദിസ് പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔപചാരികമായ ഒരു എഗ്രിമെന്റ്. അക്സെപ്റ്റഡ് ആഫ്റ്റർ ലിറ്റിൽ ഫർദർ അഗ്രിമെന്റ്. അങ്ങനെ കുറെ വാഗ്വാദങ്ങൾക്കിടയിൽ ഇത് അവരോട് സമ്മതിച്ചു. The astronaut set up prayer to heaven as other lit a അച്ചോട്ടെ. അപ്പൊ നമ്മൾ ജോലിച്ചതിന് കുറച്ച് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുള്ള തോന്നുന്നത്. കാരണം വെല്ലുവിളിച്ചിട്ടൊക്കെ ഇരിക്കല്. ആസ്ട്രോങ് ക്യാച്ച് ആറ്റിയ ഗ്ലിംസ് വിത്ത് ഹിസ് ഫേസ് ബൈ ദ മാച്ച് ലൈറ്റ്. അപ്പോ നമ്മള് പിന്നെ ഇപ്പൊ വന്ന ആളെ മുഖം ഈ നമ്മളെ ജോത്സ്യന് കാണുകയാണ്. അതായത് ചുരുട്ട് കത്തിച്ചാൽ വേണ്ടി വെളുക്ക് കത്തിച്ചപ്പോൾ ആ വെളുക്കിന്റെ അതായത് ആ തീപ്പെട്ടിന്റെ ആ ഒരു പ്രകാശത്തിൽ വന്ന ആളെ നമ്മളെ ജോത്സ്യന് കാണുകയാണ്. There was pause as cars hooted on the road. അതായത് അതൊരു പ്രാസം കൊടുത്താണ് അവിടെ. അതായത് ഇയാൾക്ക് ഷോക്ക് ആവുന്നത്, അതായത് പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കാറ് ഷട്ടർ ബ്രേക്ക് ഇട്ടിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു സൗണ്ടും ഒരു പെട്ടെന്നുള്ള ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവുമല്ല, അതാണ് അവിടെ വരുന്നത്. എന്താണ് ജൂട്ട്ക ഡ്രൈവേഴ്സ് swore at their horses and a bubble of the crowd agitated semi darkness of the park. ഒരു ഇളം പിന്നെ ഇരുട്ടിങ്ങനെ ചെറുതായിട്ട് ആ പാർക്കിലൊക്കെ ഇങ്ങനെ മൂടിക്കൊണ്ട് വരികയാണ്. അപ്പൊ ആ സമയത്താണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത്. The other sat down, taking his cheroot, puffing out. ഈ പഫിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കൂല, ഈ കഞ്ചാവൊക്കെ വലിയാക്കാണ് ഈ പഫിംഗ് എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ഈ പാർക്ക് നേരെ ഇരുട്ടായി കഴിഞ്ഞാൽ സാമൂഹിക ദ്രോഹികൾ ഇങ്ങനെ ഈ നല്ല പാർക്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയമാണ് ഇപ്പൊ ഇത്. അതായത് or worry about pain to other with deciding what one needs. The astrologer felt very uncomfortable. അപ്പൊ ഇയാളെ കണ്ടപ്പോൾ നമ്മുടെ ജോത്സ്യന് ഒരു അത്ര ഉചിതമായിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന്റെ പണം തിരിച്ചു കൊടുത്ത് എന്നിട്ട് പറയണം, ഐ എം നോട്ട് യൂസ്ഡ് സച്ച് ചലഞ്ചസ്. അതായത് ഇത്തരം വെല്ലുവിളികളൊന്നും ഞാൻ ഏറ്റെടുക്കൂല. ഇറ്റ് ഈസ് ലേറ്റ് ഓഫ് മീ ടുഡേ. അതായത് ഇന്ന് ഞാൻ ഒരുപാട് നേരം വൈകിയിട്ടുണ്ട്. ഹി മേഡ് പ്രിപ്പറേഷൻ ടു ബണ്ടിൽ അപ്പ്. അതായത് അദ്ദേഹത്തിന്റെ ബണ്ടിൽ ഉണ്ടാവും, ബാഗ് ഉണ്ടാവില്ല, ബാഗ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാക്കി. ദ അതർ ഹെൽഡ് ഹിസ് റിസ്റ്റ്. മറ്റേ ആളുണ്ടല്ല വന്ന് നമ്മളെ വില്ലന് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ച് എന്നിട്ട് പറഞ്ഞു, യു കാണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് നൗ. ഈ സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയൂല എന്ന് അദ്ദേഹം പറഞ്ഞു. യു ഡ്രാഗഡ്. അദ്ദേഹത്തിനെ വലിച്ച് ഐ വാസ് പാസിംഗ്. അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ വലിച്ച് താഴ്ത്തി. അപ്പോ അദ്ദേഹത്തിന്റെ കയ്യിന്റെ ആ ഗ്രിപ്പ് ഉണ്ടല്ലോ, ആ മുറുക്കത്തിൽ അദ്ദേഹം നമ്മളെ ജോത്സ്യനൊക്കെ അവിടെ ഇതാക്കിയ വോയിസ് ഷോക്ക് ഔട്ട് ബിക്കം ഫെയിൻ. ലീവ് മീ ടുഡേ. ഇന്ന് നിങ്ങൾ ഇന്നെ വിടുക. ഐ വിൽ സ്പീക്ക് ടു യു ടുമാറോ. ഞാൻ നിങ്ങളോട് നാളെ സംസാരിക്കാം. ഇന്ന് നിങ്ങൾ ഇന്നെ വിടും എന്നൊക്കെ അദ്ദേഹം അപേക്ഷിച്ച് നോക്കി. ദ അതർ ഈസ് ഫാം ഇൻ ഹിസ് ഫേസ് ആൻഡ് സൈഡ്, ചലഞ്ച് ഈസ് ചലഞ്ച്, ഗോ ഓൺ. അതായത് വെല്ലുവിളി തന്നെയാണ്. ഇപ്പൊ തൽക്കാലം പോകാൻ പറ്റേ, ഇത് നമ്മളെ കാര്യങ്ങളിലേക്ക് കടക്കുക നടക്കാണ്ട് ആ പണമൊക്കെ തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ മറ്റേ പന ആ എഴുത്തോലൊക്കെ പിടിച്ച് അങ്ങനൊക്കെ ഒരുപാട് നാടകീയ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി. Astronaut proceeded with the throat drying up. There is a woman. Stop, said the other. I don't want all that. അതൊന്നും എനിക്ക് വേണ്ട. Shall I succeed in my present search or not? അതായത് നമ്മളെ പിന്നെ ജോത്സ്യന്
ഇവിടെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ജോത്സ്യന് ഇയാളെ അപേക്ഷ സ്വീകരിച്ച് അല്ലെങ്കിൽ ഇയാളെ ആജ്ഞ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ പണിയിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പിന്നെ അദ്ദേഹത്തിന്റെ ചുമക്കൊന്ന് ശരിയാക്കി, സൗണ്ടൊക്കെ ശരിയാക്കി. ഞാൻ കുറച്ച് നേരത്തെ കുറച്ചില്ലേ നമ്മളെ ത്രോട്ട് കിച്ച് കിച്ച്, അതേമാതിരി ഒന്ന് കുറച്ചിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് സൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം അയാൾ ചോദിക്കുകയാണ്, നിങ്ങളെ വീട്ടിലൊരു സ്ത്രീ ഉണ്ടോ എന്ന് ചോദിക്കണം. എല്ലാവരോടും ചോദിക്കണം അവർക്കുള്ള ഒരു ചോദ്യം. അപ്പോ പെട്ടെന്ന് നമ്മളെ വില്യം പറയാണ്, സ്റ്റോപ്പ് സ്റ്റോപ്പ്. അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഐ ഡോണ്ട് വാണ്ട് ഓൾ ദാറ്റ്, ഇതൊന്നും എനിക്ക് വേണ്ട. ഷാൾ ഐ സക്സീഡ് ഇൻ മൈ പ്രസന്റ് സെർച്ച് ഓർ നോട്ട്? അതായത് ഇയാൾ ഒരു സംഗതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവിലെ സംഗതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ? അതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ആൻസർ ദീസ് ആൻഡ് ഗോ. അതായത് ഈ ചോദ്യത്തിന് ഉത്തരം കൊണ്ടോ എന്നിട്ട് വിജയിക്കോ. അതർവൈസ് ഐ വിൽ നോട്ട് ലെറ്റ് യു ടിൽ യു ഡിസ്കവർ ആൾ യുവർ പോയിന്റ്സ്. The astronomer muttered, and a few inhalation and replied, all right, I will speak. അതായത് ഇപ്പൊ ഇയാൾക്ക് പറഞ്ഞ ഇയാൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇയാൾ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ ഇയാൾ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ എന്നാണ് ഇയാൾ ചോദിച്ചത്. അങ്ങനെ ഇതിന് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്ന പൈസയും അതിന് ഇൻട്രസ്റ്റും അതിന് ഡബിൾ അടക്കം എന്നിട്ട് തിരിച്ചു കൊണ്ടാ എന്ന് പറയണം. അപ്പൊ നമ്മൾ ചോദിച്ചാൽ പറയണം, ഓക്കെ ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു, ഞാനിപ്പോ സംസാരിക്കാം. അപ്പൊ നമ്മൾ ജ്യോത്സ്യന് അയാളോട് പറയാണ്, അതായത് നിങ്ങളെ നിങ്ങൾ ഞാൻ വിശ്വസിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കി തരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അണക്ക് പകരം നിങ്ങൾക്ക് റുപ്പിയ, അതായത് ഒരണ രണ്ടണ അങ്ങനെ 1 പൈസ 2 പൈസ 3 പൈസ അങ്ങനെ 100 പൈസ വന്നാൽ ഒരു റുപ്യ വരും. അതാണ് റുപ്പീസ്. അങ്ങനെ റുപ്യ തരാൻ പറ്റുമോ എന്നാണ് ആര് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത്. അതർവൈസ് ഐ വിൽ നോട്ട് ഓപ്പൺ മൈ മൗത്ത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇത് തുറക്കുന്നെങ്കിൽ ആൻഡ് യു മേ ഡു വാട്ട് യു ലൈക്ക്. അതിനെ കുറിച്ച് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ചെയ്തോ എന്ന് ആര് പറയാണ്? നമ്മൾ ജ്യോത്സ്യൻ പറയാണ്. ആഫ്റ്റർ എ ഗുഡ് ഡീൽ ആംഗ്ലിംഗ് ദ അതേഴ്സ് എഗ്രീഡ്. അതായത് ഈ ഡീല്, ഈ കരാറ് അദ്ദേഹം സമ്മതിച്ച്. യു വർ ലെഫ്റ്റ് ഫോർ ഡെഡ്. Am I right? അതായത് ഈ ജ്യോത്സ്യന് അയാളോട് പറയാണ്, അല്ലെങ്കിൽ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു മരണത്തിൽ നിന്ന് ജയിച്ചിലായൊരു മനുഷ്യനാണ്, ഞാൻ പറയുന്നത് ശരിയാണോ? ടെൽ മീ മോർ. അതായത് നമ്മളെ വില്യം പറയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, വളരെ കറക്റ്റാണ്, കൂടുതൽ എനിക്ക് പറഞ്ഞു തരും. എ നൈഫ് ഹാസ് പാസ്ഡ് ത്രൂ യുവർ ഓൺ സൈഡ് ദ സ്ട്രോങ്. അതായത് അയാൾക്ക് കത്തിയോണ്ട് കുത്തിയേറ്റിക്കണോ എന്ന് ചോദിച്ചാണ്. ഗുഡ് ഫെല്ലോ, ശരിയാണല്ലോ. അതായത് നമ്മളെ വില്ലൻ കഥാപാത്രം അതിന് ആൻസർ കൊടുക്കണം. ഈ വേറെ ജസ്റ്റ് ഷോ ദ സ്കാർ വാട്ട് എൽസ്. അതായത് അദ്ദേഹത്തിന്റെ നെഞ്ഞിന് നല്ലൊരു കുത്തേറ്റിട്ടുണ്ട്. ആ കുത്തേറ്റ അടയാളം എപ്പോഴും ആ നെഞ്ഞത്തുണ്ട്. അത് ഈ ജ്യോത്സ്യനെ അയാൾ തുറന്ന് കാണിച്ചു കൊടുക്കണം. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്, എനിക്ക് കത്തിയോണ്ട് കുത്തേറ്റിട്ടുണ്ട്, നെഞ്ഞിനാണ് കുത്തേറ്റത്, ഞാൻ മരിക്കേണ്ടതായിരുന്നു, ആ മരണത്തിൽ ഞാൻ കഴിച്ചിലായതാണെന്നൊക്കെ അദ്ദേഹം ആരോട് കണ്ട് ജ്യോത്സ്യനോട് പറയാണ്. എന്താ പാട്? ജ്യോത്സ്യൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ അയാള് പിന്നെ അദ്ദേഹം മൊത്തത്തിൽ എന്താ പറയണെന്ന് അറിയോ? ഈ സംഭാഷണം ഞാൻ മൊത്തത്തിലാണ്ട് പറഞ്ഞുതരാം, മൊത്തത്തിൽ വിശദീകരിച്ച് പറഞ്ഞു. അങ്ങനെ കാര്യത്തേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് വേൾഡ് ആൻസർ ദ സ്ട്രോങ് ഹി ഡേഡ് ദ മൗത്ത് ഇൻ പെർഹാപ്സ് ഡൗൺ ആൻഡ്. അതായത് ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം പറയാൻ തുടങ്ങിയ അദ്ദേഹം കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഈ ഗുരുനായക്ക് വളരെ ആശ്ചര്യത്തോടെ ഈ പിന്നെ ജ്യോത്സ്യം പറഞ്ഞതൊക്കെ കേട്ടു നിന്നുള്ള 53 മിനിറ്റ് ആയില്ലേ, സെക്ഷൻ 2 ഞാൻ വളരെ വിശദീകരിച്ച് വളരെ ചുരുക്കാൻ പറഞ്ഞുതരാം. ഇത് ഒരുപാട് ലോങ് പോയി, നമുക്ക് വോയിസുകൾ വളരെ ചുരുക്കേണ്ടത്. 1 മണിക്കൂറോളായി ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട്. അരമണിക്കൂറാണ് നമ്മൾ ക്ലാസ്സിൻ്റെ സമയം, പക്ഷെ 1 മണിക്കൂറോളായി. ഇനിയും നമുക്ക് സെക്ഷൻ 3 എടുക്കാനുണ്ട്. ഞാൻ ഒന്ന് ചുരുക്കി പറയാം. അതായത് ഇദ്ദേഹത്തിന് പണ്ട് കുത്തേറ്റിട്ടുണ്ട്. ആ കുത്തേറ്റ കാര്യം ഇയാൾ മരണത്തിലേക്ക് പോകേണ്ട ആളാണ്, പക്ഷെ അതിന് കഷ്ടിച്ച് രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് നമ്മൾ ജ്യോത്സ്യന് ഈ പിന്നെ വെല്ലുവിളിച്ച ആളോട് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞു. ഇനി നമ്മൾ സെക്ഷൻ 3 കടക്കാം. സെക്ഷൻ 3 പിന്നെ
അല്ല, ഇനി നമുക്ക് സെക്ഷൻ 3 കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്ഷൻ 4 കിടക്കാം. ശരിയാണ്, സെക്ഷൻ 4 ഇപ്പൊ നമ്മൾ കടക്കുന്നത്. അപ്പൊ സെക്ഷൻ 3 1-2 കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് ചെയ്യാം. ഈ സെക്ഷൻ 3 പിന്നെ ഒരു കാര്യങ്ങളോട് പറയുന്നുണ്ട്. തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് പിന്നെയാണ്, അതായത് മൂപ്പര് പറയുന്നുണ്ട്, പിന്നെ ജോത്സ്യനോട് പറയാണ്, ഞാൻ ഇന്നെ കൊല ചെയ്യാൻ ശ്രമിച്ച ഒരാളുണ്ട്, അദ്ദേഹത്തെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തെ ഞാൻ എപ്പോഴെങ്കിലും കണ്ടെത്തുമോ, എന്റെ അന്വേഷണം സക്സസ് ആവോ എന്ന് അദ്ദേഹം ജോത്സ്യനോട് ചോദിക്കാം. അപ്പൊ ജോത്സ്യൻ കുറച്ചു നേരം കണ്ണടച്ചിരുന്നു കൊണ്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾ ഇനി അദ്ദേഹത്തെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു വണ്ടിന്റെ, അതായത് ഒരു വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഓൾറെഡി അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. ഇനി നിങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല എന്ന് ജോത്സ്യൻ ഈ ഗുരു നായക് എന്ന് പറഞ്ഞ ഈ വില്ലൻ കഥാപാത്രത്തിനോട് പറയാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ജോത്സ്യന് രായ്ക്ക് രാമായണം പിന്നെ തൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഈ ടൗണിലേക്ക് കിലോമീറ്ററുകളോളം ഓടിപ്പോന്ന ഒരു കഥ ഉണ്ട്. ആ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഗുരു നായക് എന്ന് പറഞ്ഞ ഇയാളെ ഒരു മദ്യപാനത്തിന്റെ അടിയിൽ തർക്കം ഉണ്ടായിട്ട് അയാളെ കുത്തി കിണറ്റിലിട്ടത് ഈ ഇരിക്കണ മനുഷ്യനാണ്, ഈ ജോത്സ്യനാണ്. അപ്പൊ ജോത്സ്യന് പിന്നെ ഇയാള് സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തീപ്പെട്ടി ഉരച്ചപ്പോൾ അതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തെ കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ്. പക്ഷെ ജോത്സ്യനാണെങ്കിലോ നെറ്റിയിൽ വലിയ കുറിയൊക്കെ ഇട്ട് വലിയ തലയിൽ വലിയ തലപ്പാവൊക്കെ വെച്ച് വളരെ വിചിത്രമായ വേഷത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഗുരുനായക്കിന് അറിയില്ല ഈ ജോത്സ്യനാണ് ഇന്നെ മുമ്പ് കൊല്ലാൻ ശ്രമിച്ച ആള് എന്ന് ഗുരുനായക്കിന് അറിയില്ല. ഇയാൾ പേടിച്ച് ഓടാൻ നിന്ന ആള് ബുദ്ധിപരമായിട്ട് അപ്പോ ഒരു കാര്യം അവിടെ പറയാണ്, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മരണപ്പെട്ടിരിക്കുന്ന തന്ത്രപരമായിട്ട് ഒരു കള്ളം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ലൈഫ് സുരക്ഷിതമാക്കുകയാണ്. ഇദ്ദേഹത്തോട് പറയുകയാണെങ്കിൽ നിങ്ങൾ തെക്ക് ഭാഗത്തേക്കൊന്നും ഒരിക്കലും യാത്ര ചെയ്യരുത്, അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് അയാളെ സന്തോഷത്തോടു കൂടി മടക്കി അയക്കുകയാണ്. ഇനി നമ്മൾ സെക്ഷൻ 4 കടക്കാം. സെക്ഷൻ 3 പറ കഴിഞ്ഞല്ല. സെക്ഷൻ 4 എന്താ പറഞ്ഞത്, ഗുരുനായകിനെ കുറിച്ച് പറയാണ്. യു നോ മൈ നെയിം, ദ അതർ സൈഡ് ടേക്കൻ എ ബാക്ക്, as I know all things, Guru Nayak, listen carefully to what I have to say. Your village is 2 days journey to north of this town. Take the next train and be gone. I see once again great danger to your life if you go from home. He took to a pinch of sacred ash and held him. അപ്പൊ അങ്ങനെ പോയി വായിക്കണിപ്പോ കുറെ വായിക്കാണ്ട്. അപ്പൊ ഞാനിത് വളരെ ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പോസ്റ്റ് ഇവിടെ ഇട്ടാണ്. ഇത് ഈ ചിത്രത്തിൽ കാണുന്ന ആള് ആരാണ്? ഈ ചിത്രത്തിൽ കാണുന്ന ആൾ അദ്ദേഹത്തിന്റെ ഭാര്യയും ഭർത്താവാണ്. അപ്പൊ ആ പോസ്റ്റ് അവിടെ വെച്ചിട്ട് ഞാൻ ആ 4ാമത്തെ സെക്ഷനിലേക്ക് കടങ്ങാണ്. ഈ ഗുരു നായക്ക് പോയി കഴിഞ്ഞ് രാത്രി വൈകിയാണ് ജോത്സ്യന് നമ്മളെ വീട്ടിലേക്ക് വരുന്നത്, ജോത്സ്യന്റെ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കാത്തിരിക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകളൊക്കെ അദ്ദേഹം ഭാര്യനെ ഏൽപ്പിച്ചു. ഏൽപ്പിച്ചിട്ട് അവരെ എണ്ണാൻ പറയണം. അപ്പൊ നല്ല നാണയത്തുട്ട് കിട്ടിയിട്ടുണ്ട്. തന്റെ പിന്നെ എതിരാളി അല്ലെങ്കിൽ പിന്നെ തന്നെ കൊല്ലാൻ ശ്രമിച്ച ആള് മരണപ്പെട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അയാൾ കുറെ പൈസ അയാൾക്ക് കൊടുക്കൂലേ. അപ്പോ അദ്ദേഹത്തിന് കൊടുത്ത് അപ്പൊ ആ പൈസറ്റൊക്കെ അയാൾ വീട്ടിലേക്ക് എത്തി. അങ്ങനെ തോന്നുന്ന പൈസ കിട്ടിയ സന്തോഷത്തിൽ ജോത്സ്യൻ പറഞ്ഞു, ഞങ്ങൾ കുട്ടികൾക്ക് മധുര പലഹാരങ്ങളൊക്കെ വാങ്ങി കൊടുക്കാം നാളെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ആ ജോത്സ്യന് അസ്വസ്ഥനായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു രഹസ്യം ഉണ്ടായിരുന്നു. അവസാനം ആ രഹസ്യം പിന്നെ തന്റെ ഭാര്യയോട് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് തന്റെ ഭാര്യയോട്, ഇന്ന് എന്റെ തലയിൽ നിന്ന് വലിയൊരു ഭാര്യ ഒഴിഞ്ഞു പോയി. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഗ്രാമത്തിൽ വെച്ച് മദ്യപാനത്തിനിടയിലുണ്ടായ ഒരു വഴക്കിൽ തന്നെ ഒരാളെ കുത്തി കൊലപ്പെടുത്തി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആ വിശ്വസിച്ച ആളാണ് പിന്നെ അദ്ദേഹത്തിന് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കൈ വെക്കാനൊക്കെ പറഞ്ഞത്. ആ കൊലപാതകം ചെയ്തു എന്ന ആ ഭാരം പേറിയാണ് അദ്ദേഹം നാട് വിട്ടതും വേഷം മാറി മറ്റൊരു നഗരത്തിൽ അതായത് ഈ മാൽഗുഡി എന്ന് പറഞ്ഞ ഈ നഗരത്തില് ജോത്സ്യനായി ജീവിതം തുടങ്ങിയത്. എന്നാൽ ഇന്ന് തന്റെ മുന്നിൽ വന്ന ആ അപരിചിതൻ താൻ പണ്ട് കൊല്ലാൻ ശ്രമിച്ച അതേ ആൾ തന്നെയാണെന്ന് അദ്ദേഹം ഭാര്യയോട് തുറന്നു പറയണം. അപ്പൊ എന്തായി, അദ്ദേഹം കൊലപാതകൻ അല്ല എന്നുള്ള കാര്യം ഇന്ന് വെളിപ്പെട്ട ഒരു ദിവസമാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. താൻ ഒരു കൊലപാതകയല്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. താൻ കുത്തി കിണറ്റിലിട്ട ആൾ മരിച്ചില്ലെന്നും അയാൾ സുഖമായി ഇരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാലം അനുഭവിച്ച കുറ്റബോധം വേദനയും ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും പിന്നെ ഇറക്കി വെക്കണം. അതൊക്കെ മാഞ്ഞുപോയി. വളരെ സമാധാനത്തോടെ യാതൊരു പേടിയുമില്ലാതെ അദ്ദേഹം
ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം മറ്റെച്ചാൽ ഒരു കൊലപാതകനായി ഏത് സമയം പിടിക്കപ്പെടാം എന്നുള്ള ഒരു പേടിയോടെ ആയിരിക്കും അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടാവുക. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടേണ്ട ഏറ്റവും വലിയ ശിക്ഷ. അങ്ങനെയാണ് ആ കഥ അവിടെ അവസാനിക്കുന്നത്. അദ്ദേഹം രാത്രി നല്ല മനസ്സമാധാനത്തോടെ ദീർഘശ്വാസം കിട്ടാണ് കിടന്ന് ഉറങ്ങുന്നതോട് കൂടിയിട്ട് ആ കഥ അവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഈ കഥ അവസാനിക്കുമ്പോഴേ ഇവിടെ നമ്മുടെ R.K. നാരായണൻ എന്ന ആള് നമ്മളോട് പറയാന് ആഗ്രഹിച്ച കാര്യം എന്താണ്? ഈ ജ്യോത്സ്യന് വളരെ തന്ത്രശാലിയാണ്. അദ്ദേഹം തന്ത്രപരമായിട്ട് തൻ്റെ ആ ഒരു സമയത്തെ ഉപയോഗപ്പെടുത്തുന്നത് നമുക്കിവിടെ പറഞ്ഞു തരികയാണ്. രണ്ടാമത് പിന്നെ തന്നെ കൊല്ലാൻ വന്ന ശത്രുവിനെ തിരിച്ചറിഞ്ഞിട്ടും ഭയപ്പെടാതെ തൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ചും തൻ്റെ വായസാമർത്ഥ്യമൊക്കെ ഉപയോഗിച്ച് അയാളെ വിശ്വസിപ്പിച്ച് സുരക്ഷിതമായി മടക്കി അയക്കാൻ നമ്മളെ ജ്യോത്സ്യന് സാധിച്ചു എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഓരോ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി എടുത്ത് ചാടാതെ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ ഒരു സാധാരണക്കാരനെ ഒരു കാർത്തിക ജീവിതം നയിക്കേണ്ട ഒരാള് എങ്ങനെയാണ് ഒരു ജ്യോത്സ്യനായി മാറി എന്നുള്ളതും കൂടി നമ്മളെ മുന്നിൽ നമ്മൾ വെളിപ്പെടുത്തണം. ഒരുപാട് ആളുകൾ ചിലപ്പം പല സാഹചര്യത്തിൽ നിന്നും വന്ന് ഭക്തിയുടെ മാർഗത്തിലൊക്കെ വന്ന് ചിലപ്പോൾ തട്ടിപ്പായിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ വന്ന് ജ്യോത്സ്യന്മാരൊക്കെ ആയി മാറിയ കഥകൾ അല്ലെങ്കിൽ പൂജാരികളായി മാറും, എന്നിട്ട് ജനങ്ങളെ പറ്റിച്ചൊക്കെ ജീവിക്കും. അപ്പൊ അതാണ് ഈ കഥയിൽ ഇവിടെ പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഇവിടെ നമ്മളെ പിന്നെ ഇതിൽ നമ്മളെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വാട്സപ്പ് നമ്പറിൽ നമ്മൾ കൂടുതൽ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം. പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ പുസ്തകം പിന്നെ അർത്ഥം അറിഞ്ഞ് വായിക്കണം. അത് നിങ്ങൾ ഇംഗ്ലീഷിലുണ്ടാവുന്ന നിങ്ങളെ ഒരു വെക്കാബുലറി, അതായത് പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നമ്മളെ സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ചെറിയ ഒരു വോയിസ് നോട്ടായിട്ട്, 1 മിനിറ്റിൽ കൂടാത്ത വോയിസ് നോട്ടായിട്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉള്ള വോയിസ് ഒന്നും നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. 100 കണക്കിന് മെസ്സേജുകൾ വരുന്നതല്ലേ. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. ആർക്കെങ്കിലും പിന്നെ കൂടുതൽ ക്ലാസ്സുകളും അഡ്മിഷനുകളും മറ്റു കാര്യങ്ങളും വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സുമായി കണ്ടുമുട്ടുന്നത് വരെ താൽക്കാലിക വിടാം.